ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസെൻഷ്യൽ വാലിഡ് എലമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ എഗ്രിമെൻറ്റ് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് വരിക, അതിൻ്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ എഗ്രിമെൻറ്റ് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെൻറ്റ് എക്സ്പ്രസ്ലി പറയുകയാണ് എന്ത്, അത് വോയിഡ് ആണെന്ന്. അത് ഏതൊക്കെ എഗ്രിമെൻ്റ് ആണ് അത്തരത്തിലുള്ള എഗ്രിമെൻറ്റ്? എഗ്രിമെൻറ്റ് വിത്ത് മൈനർ ഓർ അൺസൗണ്ട് പേഴ്സൺ. അൺസൗണ്ട് പേഴ്സണും മൈനറും ആയിട്ടുള്ള എഗ്രിമെൻറ്റ് എന്താണ്? വോയിഡാണ്. അത് എക്സ്പ്രസ്ലി പറയുന്ന തന്നെയുണ്ട്. നെക്സ്റ്റ് എന്താണ്? എഗ്രിമെൻറ്റ് വേർ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു അൺലോഫുൾ. കൺസിഡറേഷൻ അൺലോഫുൾ ആവുന്ന എഗ്രിമെൻറ്റ് എന്താണ്? വോയിഡാണ്. കൺസിഡറേഷൻ എപ്പോഴും എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റ് എന്താണ്? വോയിഡാണ്. ഈ എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷന് ചില എക്സംഷൻ കേസസ് ഉണ്ട്, അത് നമ്മൾ പറയൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻ ഓഫ് മാരേജ്. ഇപ്പോൾ ഒരാളെ മാരേജ് ചെയ്യുന്നതെന്ന് പിന്തിരിപ്പിക്കുകയാണ്, അതെന്താണ്? വോയിഡാണ്. പിന്നെ എന്താണ്? എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻ ഓഫ് ട്രേഡ്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യുകയാണ്, അപ്പോൾ അയാളോട് പറയുകയാണ് നീ ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന്. അതെന്താണ്? വോയിഡാണ്. പിന്നെ എഗ്രിമെൻ്റ് ഇൻ റീസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. എന്തെങ്കിലും ഒരു നിയമപരമായ നടപടി നടക്കുമ്പോൾ അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള പറയുന്നത് അതെന്താണ്? അത് വോയിഡാണ്. പിന്നെ ഇമ്മോറലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് വോയിഡാണ്. ഇപ്പോൾ എഗെയിൻസ്റ്റ് മോറലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇമ്മോറൽ വരിക. പിന്നെ എഗ്രിമെൻറ്റ് വേർ മീനിങ് ഈസ് അൺസേർട്ടൈൻ. മീനിങ് ക്ലിയർ അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അതെന്താണ്? വോയിഡാണ്. പിന്നെ സ്റ്റിഫ്ലിംഗ് ഓഫ് പ്രോസിക്യൂഷൻ, അതായത് നിയമത്തിനെ എന്താ പറയുക, അട്ടിമറിക്കുക എന്നൊക്കെ പറയില്ലേ, കോടതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം പറയിപ്പിക്കാതിരിക്കുക, അതാണ് സ്റ്റിഫ്ലിംഗ് ഓഫ് പ്രോസിക്യൂഷൻ. ഒരാൾ പറയാൻ പോകുമ്പോൾ അയാൾ എന്ത് ചെയ്യുക? പറയിപ്പിക്കാണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യില്ലേ, അത്. പിന്നെ വേജറിങ് എഗ്രിമെൻറ്റ്. വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ ബെറ്റാണ്. ഇപ്പം ഞാൻ പറയുകയാണ് ഇന്നിപ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10 രൂപ തരാം. അപ്പോൾ അവിടെ മഴ പെയ്യാനും മഴ പെയ്യാണ്ടിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതാണ് വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബെറ്റ് പോലെയുള്ള സാധനമാണ്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ശരിക്കും ഈ വേജറിങ് എഗ്രിമെൻ്റ് ഒക്കെ വോയിഡാണ്. അങ്ങനെ നമ്മൾ ചിലതുണ്ടാവില്ലേ, ഈ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിലുണ്ടാവില്ലേ അവർ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് ബെറ്റ് വെക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ഇതിൻ്റെ എൻഡിങ്ങിൽ കാണും. അപ്പോൾ ഇതാണ് ശരിക്കും, ഇതൊക്കെ എന്താണ്? വോയിഡാണ്. ഓക്കെ, അതാണ് എഗ്രിമെൻറ്റ് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആസ് വോയിഡിൽ വരുന്നത്. പിന്നെ അടുത്തത് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് ആണ്. പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ 2 ടൈപ്സ് ഓഫ് പെർഫോമൻസ്, 2 തരം പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. ആക്ച്വൽ പെർഫോമൻസും ഉണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസും ഉണ്ട്. ആക്ച്വൽ പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്താണ്? 2 പാർട്ടിക്കും ഹാവ് ഫുൾഫിൽഡ് ദെയർ ഒബ്ലിഗേഷൻ. 2 ആൾക്കും അവരുടെ ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, അത് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ടാവും? നടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അറ്റംപ്റ്റഡ് പെർഫോമൻസ്, അതായത് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അതാണ് എന്ത്? അറ്റംപ്റ്റഡ് പെർഫോമൻസ്. വെൻ ദ പ്രോമിസ് ടു പെർഫോം ഹാസ് അപ്ലിക്കേഷൻ ബട്ട് ദ പ്രോമിസി റെഫ്യൂസ് ടു അക്സെപ്റ്റ് ദ പെർഫോമൻസ്. അതായത് ഒരു സൈഡിൽ നിന്ന് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും, മറ്റേ ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് റെഫ്യൂസ്, അത് വേണ്ട, ഓക്കെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും. അതാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് പറയുന്നത്. പിന്നെ ഹൂ ക്യാൻ പെർഫോം ദ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് ആർക്കൊക്കെയാണ് പെർഫോം ചെയ്യാൻ പറ്റുക? പ്രോമിസർ ഹിംസെൽഫ്. പ്രോമിസറിന് എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം. പിന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് പേഴ്സണൽ സ്കിൽ. ചില പേഴ്സണൽ സ്കിൽസിൻ്റെ എക്സംഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡോക്ടർ പെർഫോം ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സ്കില്ലിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വക്കീൽ ചെയ്താൽ മതിയോ? പോരല്ലോ. അപ്പോൾ അങ്ങനത്തെ പേഴ്സണൽ സ്കില്ലിലുള്ള എക്സംഷൻ ഉണ്ടാവും. ഈ പേഴ്സണൽ സ്കില്ലെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ലോയേഴ്സ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഏജൻറ്റ് വരുന്നുണ്ട്. ഏജൻറ്റിന് പെർഫോം ചെയ്യാം. തേർഡ് പേഴ്സൺ, നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തെ, നമ്മൾ നാട്ടിലൊക്കെ ഇല്ലെങ്കിൽ വേറൊരാളോട് പറയുകയാണോ നീ അത് ചെയ്തോ, നീ അത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാം. ജോയിൻറ്റ് പ്രോമിസറിന് ഉണ്ടാവും, അതായത് കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം കോൺട്രാക്റ്റ്. ജോയിൻറ്റ് പ്രോമിസർ എന്താണെന്ന് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ.
നമ്മൾ ജോയിൻറ്റ് പ്രോമിസർ എന്താണെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു ഹെഡിങ് പറയട്ടെ. കൺസോർട്ടിയം ലെൻഡിങ്. കൺസോർട്ടിയം ലെൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലം വെച്ചിട്ട് കുറേ സ്ഥലത്തു നിന്ന് ലോൺ എടുക്കുന്നതിനെയാണ് കൺസോർട്ടിയം ലെൻഡിങ് എന്ന് പറയാം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ MCQ എങ്ങാനും ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോയിൻറ്റ് പ്രോമിസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഓൾ ഓഫ് ദ ജോയിൻ്റ്ലി ഹാവ് റൈറ്റ് ടു ക്ലെയിം. എല്ലാവർക്കും എന്തുണ്ട്? ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പ്രോമിസി ഡെഡ് ആവുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രോമിസീസിനും അതേപോലെ തന്നെ മറ്റുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനും എന്ത് ചെയ്യാം? അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഇഫ് പ്രോമിസി ഡെഡ്, സർവൈവിങ് പ്രോമിസി ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് മേ ക്ലെയിം. ഓക്കെ, ജോയിൻറ്റ് പ്രോമിസറിൻ്റെ റൂള് എന്തൊക്കെയാണ്? ജോയിൻറ്റ് പ്രോമിസറിൻ്റെ റൂളായിട്ട് വരിക, എനിവൺ ഓഫ് ജോയിൻറ്റ് പ്രോമിസർ മേ കമ്പൽഡ് ടു പെർഫോം. ഏതെങ്കിലും ഒരു ജോയിൻറ്റ് പ്രോമിസറിനെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പൽ ചെയ്യാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ അതിൽ 2 ജോയിൻറ്റ് പ്രോമിസർ ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നാട്ടിലുള്ള ജോയിൻറ്റ് പ്രോമിസറിനോട് എന്ത് പറയാം? നീ അത് ചെയ്യുന്ന ആളോട് പറയാൻ നമുക്ക് പറ്റും. ഈച്ച് പ്രോമിസർ മേ കമ്പൽഡ് ടു അതർ പ്രോമിസർ ടു കോൺട്രിബ്യൂട്ട്. പ്രോമിസറിന് പറയാം മറ്റുള്ളവരോട് നിങ്ങൾ പേ ചെയ്തോ എന്ന് പറയാൻ പറ്റും. പിന്നെ ഇഫ് എനി ജോയിൻറ്റ് പ്രോമിസർ മേക്ക് ഡിഫാൾട്ട്, റിമൈനിങ് ജോയിൻറ്റ് ഹോൾഡേഴ്സ് മസ്റ്റ് ബിയർ ദ ലോസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോയിൻറ്റ് പ്രോമിസർ എന്തെങ്കിലും ഒരു കള്ളത്തരമൊക്കെ കാണിച്ചു, അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? അതിൻ്റെ ലോസ് എന്ത് ചെയ്യണം? അവർ സഹിച്ചോളണം. ഈവൻ ഇഫ് വൺ ഓഫ് ദം ഡൈ. ഇനി അതിൽ ഏതെങ്കിലും ഒരു പ്രോമിസർ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനും ബാക്കി പ്രോമിസറും ആയിരിക്കും അതിന് ലയബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും റൂൾസാണ് നമുക്ക് ജോയിൻറ്റ് പ്രോമിസറിൽ വരും. സക്സഷൻ എന്താണ്? അസൈൻമെൻറ്റ് എന്താണ്? സക്സഷൻ എന്ന് വെച്ചാൽ റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ക്യാൻ ബി സക്സീഡ്. റൈറ്റും ലയബിലിറ്റീസും നമുക്ക് എന്ത് കൊടുക്കാം? ഒരാൾക്ക് മാറ്റി കൊടുക്കാം, എന്താ പറയുക, സക്സീഡ് ചെയ്ത് കൊടുക്കാം. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് മാത്രമാണ് അസൈൻ ചെയ്യാൻ പറ്റുക, ലയബിലിറ്റി അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇതൊരു കുഞ്ഞ് ഹെഡിങ് ആണ്, ഞാനിതിൽ കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിങ്ങനെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റെസിപ്രോക്കൽ പ്രോമിസ് ആണ്. ഈ റെസിപ്രോക്കൽ പ്രോമിസിൽ ഷുഡ് പെർഫോം സൈമിൾട്ടേനിയസ്ലി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോം ചെയ്യാനുണ്ടാവും. റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് വെച്ചാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ടും ഉണ്ടാവും, 2 സൈഡിലും ഉണ്ടാവും. അപ്പോൾ വെൻ വൺ ഫെയിൽ ടു പെർഫോം ഹിസ് പ്രോമിസ് ഹി കനോട്ട് കമ്പൽ അതർ പാർട്ടി ടു പെർഫോം ആൻഡ് ക്ലെയിം കോമ്പൻസേഷൻ. അതായത് ഒരാളിപ്പോൾ പെർഫോം ചെയ്തില്ല, അയാൾ പെർഫോം ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ അപ്പുറത്തെ ആളോട് അയാൾക്ക് പറയാൻ പറ്റില്ല നീ പെർഫോം ചെയ്യുന്നുള്ളത്, അതിനുവേണ്ടി കമ്പൽ ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. രണ്ടാമത്തത് ഓർഡർ ഓഫ് പെർഫോം ആണ്. അതിൽ പറഞ്ഞ മാതിരി ആയിരിക്കണം ഓർഡർ ഓഫ് പെർഫോം. കോൺട്രാക്റ്റിൽ പറഞ്ഞ മാതിരി ആയിരിക്കണം, ആസ് പെർ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ പോലെ ആയിരിക്കണം. റെസിപ്രോക്കൽ പ്രോമിസ് ടു ഡു തിങ്സ് ലീഗലി ആൻഡ് സോ അതർ തിങ്സ് ഇല്ലീഗൽ. അപ്പോൾ ലീഗലി എന്താ? അപ്പോൾ ഒന്ന് ലീഗലിയും ഒന്ന് ഇല്ലീഗലിയും വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടുള്ള ലീഗലിയും ഇങ്ങോട്ടുള്ള ഇല്ലീഗലിയും ആണെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ലീഗലായിട്ടുള്ളത് വാലിഡും മറ്റേത് ഇൻവാലിഡും ആയിപ്പോവും. ഓക്കെ, പാർട്ടി പ്രിവെൻറ്റ്സ് ദ അതർ from performing his promise, the contract become voidable. The aggrieved party can claim compensation. ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ അത് ചെയ്യുന്നതെന്ന് തടയാമെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്തായി പോവും? വോയിഡായി പോവും. അപ്പോൾ എഗ്രീവഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? കോമ്പൻസേഷൻ വാങ്ങാൻ പറ്റും. എഫക്റ്റ് ഓഫ് ഫെയിലിയർ ഓഫ് ടു പെർഫോം അറ്റ് എ ടൈം ഫിക്സഡ് ഇൻ എ കോൺട്രാക്ട് ഇൻ വിച്ച് ടൈം ഈസ് എസെൻഷ്യൽ. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ പറഞ്ഞ ടൈമിനല്ലെങ്കിൽ പിന്നെ ആ പറഞ്ഞ ടൈമിന് ആ കോൺട്രാക്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് 6ാമത്തെ പോയിന്റ് പറയുന്നത്. പിന്നെ കോൺട്രാക്റ്റിൽ ഫസ്റ്റ് വൺ ആണ് ബൈ പെർഫോമൻസ്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഡിസ്ചാർജ് ആവുക, അത് നിന്ന് പോവാന്നുള്ളതാണ്. അപ്പോൾ പെർഫോമൻസസിൻ്റെ ബേസിസിൽ. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഓക്കെ കോൺട്രാക്റ്റ് എല്ലാം പെർഫോം ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ കോൺട്രാക്റ്റ് തീർന്നു പോയി. പിന്നെ അറ്റംപ്റ്റഡ് പെർഫോമൻസ് നോക്കിയാൽ ഞാനിപ്പോൾ ഒരു സ്ഥലം വാങ്ങാൻ പോയി, അപ്പോൾ അവിടെ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ആ സ്ഥലം തരുന്നില്ല എന്ന്. അപ്പോൾ എന്തായി? ഞാനത് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ അയാളത് നിരസിച്ചു. അപ്പോഴും ആ കോൺട്രാക്റ്റ് എന്തായി? അവിടെ ഡിസ്ചാർജ് ആയിപ്പോയി. പിന്നെ ലാപ്സ് ഓഫ് ടൈം. ഞാൻ ജൂൺ 30-നാണ് ഞാൻ ഈ സ്ഥലം രജിസ്ട്രേഷൻ പറഞ്ഞത്, ആൾ വന്നില്ല, സമയം കഴിഞ്ഞു പോയി, കോൺട്രാക്റ്റ് എന്തായിപ്പോയി? ലാപ്സ് ആയിപ്പോയി. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്.
അതായത് നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഇനീഷ്യലി ഇമ്പോസിബിൾ, തുടക്കത്തിലേ നമുക്ക് ആ കോൺട്രാക്റ്റിനോട് ഇതാക്കാൻ പറ്റിയില്ല. പിന്നെ സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ നമുക്ക് പറ്റുമായിരുന്നു, പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാലാമത്തത് എഗ്രിമെൻ്റ് ആണ് പറയുന്നത്. എഗ്രിമെൻറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നോവേഷൻ ഉണ്ട്. നോവേഷൻ എന്ന് വെച്ചാൽ ഒരാളെ മാറ്റിയിട്ട് വേറൊരാളെ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു ടീച്ചറിനെ വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി, പകരം അവിടെ വേറൊരു ടീച്ചറിനെ കൊണ്ടുവരികയാണ്. അതിനെയാണ് നമ്മൾ നോവേഷൻ എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ ആളെ കോൺട്രാക്റ്റ് എന്തായി, കട്ടായിപ്പോയി. രണ്ടാമത്തത് ആൾട്രേഷനാണ്. ആൾട്രേഷൻ എന്ന് വെച്ചാൽ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ടേം തന്നെ, ഇപ്പം ഞാനൊരു 6 മാസമാണ് കോൺട്രാക്റ്റ് വെച്ചെങ്കിൽ ആ ഒരു ടേം തന്നെ എന്താണ്, മാറ്റുകയാണ്. പിന്നെ റെസിഷൻ എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. റെമിഷൻ എന്ന് വെച്ചാൽ ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കുകയാണ്. കോൺട്രാക്റ്റ് ക്യാൻസൽ ആവില്ല, അതിലെന്തെങ്കിലും ഒരു ഇളവ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫീസൊക്കെ കുറച്ച് കൊടുക്കുക, അങ്ങനെ പറയും, സെം ഫീ ഒക്കെ കുറച്ച് തരിക, ആ ഒരു എന്തെങ്കിലും ഇളവ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുക. വേവിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കുന്നതിനെയാണ് കോൺട്രാക്റ്റിൻ്റെ റൈറ്റ്സ് വേണ്ടാന്ന് വെക്കുന്നതിനെയാണ് നമ്മൾ വേവിയർ എന്ന് പറയുക. ഇതാണ് എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഓപ്പറേഷൻ ബൈ ലോ ആണ്. നിയമം പറയും നീ ഇനി ഒരു കോൺട്രാക്റ്റ് തുടരണ്ട. ഒന്ന്, ആരെങ്കിലും ഒരാൾ മരിച്ചാൽ, അതായത് കോൺട്രാക്റ്റിൻ്റെ ബോത്ത് പാർട്ടീസ് ഉണ്ടാവില്ലേ, അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ നിയമം പറയും ഈ ഒരു കോൺട്രാക്റ്റ് വേണ്ടാന്ന്. പിന്നെ ഇൻസോൾവൻസി, ആരെങ്കിലും ഒരാൾ ഇൻസോൾവൻ്റ് ആയിട്ട് കണ്ടാൽ, ആരെങ്കിലും ഒരാളല്ല, പെർഫോം ചെയ്യേണ്ട ആളെ ഇൻസോൾവൻ്റ് ആയിട്ട് കണ്ടാൽ നിയമം പറയും അത് വേണ്ടാന്ന്. അൺഓതറൈസ്ഡ് മെറ്റീരിയൽ ആൾട്രേഷൻ, നമ്മൾ നിയമപരമായിട്ടല്ലാണ്ട് എന്തെങ്കിലും ഒരു ആൾട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിയമം പറയും നീ ഈ കോൺട്രാക്റ്റ് തുടരണ്ടാന്ന്. പിന്നെ എന്താണ് മെർജർ, നമ്മൾ മെർജർ ചെയ്യുന്ന സമയത്ത് നിയമം പറയും ഈ ഒരു കോൺട്രാക്റ്റിൽ നിനക്ക് തുടരാൻ പറ്റൂലാന്ന്. മെർജർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെർജർ എന്താണെന്ന് മനസ്സിലായില്ലല്ലോ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ ഡെയിലി വേജിന് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ പെട്ടെന്ന് കമ്പനി എന്താക്കി, പെർമനൻ്റ് ആക്കി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആ ഡെയിലി വേജിൻ്റെ കോൺട്രാക്റ്റ് എന്തായിപ്പോയി, ക്യാൻസലായിപ്പോയി. ഇനി പുതിയ കോൺട്രാക്റ്റ്, അതാണ് മെർജർ. ചേഞ്ച് ഇൻ ലോ, ഇനി നിയമത്തിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നിയമം പറയും നീ ആ കോൺട്രാക്റ്റ് ക്യാൻസലാക്കിക്കോ, നിനക്ക് വേറെ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പിന്നെ ആറാമത്തത് മെയിൻ പോയിൻ്റാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് കാണാം. ഓക്കെ, അതിൽ ആക്ച്വൽ ബ്രീച്ചും ഉണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചും ഉണ്ട്. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം എന്തായിരിക്കും, പ്രസൻറ്റിലായിരിക്കും നടക്കുക. പെട്ടെന്ന് ചെയ്യുന്നതിനെയാണ്, പെട്ടെന്ന് തന്നെ ഉള്ളതിനെയാണ് നമ്മൾ പറയുക ആക്ച്വൽ ബ്രീച്ച്. അതായത് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്കിൽ ഞാൻ മുങ്ങുക, അതാണ് ആക്ച്വൽ ബ്രീച്ച്. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഞാനത് ചെയ്തോളാം എന്ന് എന്നെ പറയുകയാണ്, പക്ഷെ ഞാനതൊരിക്കലും ചെയ്യൂല, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിടുന്നേ ഉള്ളൂ. അതാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച്. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഷയിൽ പറയുന്നതാണ്. നോട്ട്സ് ഇത് എഴുതി വെക്കുക, ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, ക്ലാസ് വെക്കുക, ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. കുറച്ച് പഠിച്ചു തുടങ്ങുക, അങ്ങനെ നമുക്ക് ലോ പഠിക്കാൻ പറ്റുള്ളൂ. ലോ നമ്മളുടെ കയ്യിൽ നിന്നിട്ട് എഴുതുന്നതിനേക്കാളും ബെറ്റർ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. CMAയും കൂടി ആകുമ്പോൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. സ്കോർ ചെയ്യണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞതിലൊക്കെ കുറേ ആഡിങ്സ് ഉണ്ട്. ആഡിങ്സ് മീൻസ് പോയിൻ്റ് എഴുതാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പഠിക്കാം. പിന്നെ റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. സ്യൂട്ട് ഫോർ ഡാമേജ്, എനിക്കിപ്പോൾ ഡാമേജിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ എനിക്ക് അയാളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ചെയ്തു തന്നില്ല. അപ്പോൾ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ വീട് പണി തുടങ്ങാമെന്ന് പറഞ്ഞു, പക്ഷേ അയാൾ എന്ത് ചെയ്തു തരുന്നില്ല. അപ്പോൾ എനിക്ക് അത്രയും എൻ്റെ സമയം നഷ്ടമാണ് അയാളെ വഴിക്ക് നടന്നിട്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാം. റീസൺ ഓഫ് കോൺട്രാക്റ്റ്, ആ ഒരു കോൺട്രാക്റ്റിൻ്റെ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് ക്യാൻസൽ ആവാനുള്ള എന്ത് റീസണാണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, പിന്നെ കോടതിയോട് പറഞ്ഞാൽ എനിക്ക് അതിന് പകരം ഇന്ന കാര്യം ചെയ്തു തരണം, അതായി, പക്ഷെ അതിന് പകരം എനിക്കിത് ചെയ്തു തരണം എന്ന് പറയാൻ പറ്റും. സ്യൂട്ട് ഫോർ ഇഞ്ചക്ഷൻ, എനിക്ക് ഒരു സ്റ്റേ ഓർഡർ ചെയ്യാൻ പറ്റും. ആ ഓർഡർ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേ ചെയ്യാൻ പറ്റും. ഇഞ്ചക്ഷന് സ്യൂട്ട് ചെയ്യാൻ പറ്റും. സ്യൂട്ട് അപ്പോൺ
കോണ്ടമറേറ്റീവ് പറഞ്ഞാൽ നോൺ ഗ്രാറ്റിഷ്യസ് ബെനിഫിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഫോഴ്സ് മജൂറയാണ് പറയാൻ പോകുന്നത്. ഫോഴ്സ് മജൂറ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി കൊണ്ട് നമുക്ക് ആ ഓർഡർ അല്ല ആ ഒരു ക്ലോസ് ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയാത്ത വരുമ്പോൾ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ എന്തുണ്ടാവില്ല, ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അതാണ് ഫോഴ്സ് മജൂറ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു സ്ഥലത്ത് സൈറ്റിൽ പണി തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ലോറി സിമെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ വരുന്ന വഴിക്ക് മഴയായി, വെള്ളപ്പൊക്കമായി, നല്ല വെള്ളം കയറി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, പറഞ്ഞ സമയത്ത് സിമെൻറ്റ് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് അവിടെ തെറ്റിയല്ലോ, നിന്നു പോയല്ലോ. അപ്പോൾ അത് വൈകിയതിന് എനിക്ക് എന്തുണ്ടാവില്ല, ഉത്തരവാദിത്തം ഉണ്ടാവില്ല. കാരണം എൻ്റെ കാരണം കൊണ്ടല്ല വൈകിയത്. ആ ഒരു ക്ലോസ് വെക്കുന്നതിനെയാണ് ഫോഴ്സ് മജൂറ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഫോഴ്സ് മജൂറ കോഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഫോഴ്സ് മജൂറ ക്ലോസ് നമ്മൾ നേരത്തെ ഈ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പ്രശ്നമൊന്നും വരില്ല. അതാണ് ഫോഴ്സ് മജൂറ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആണ്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. ഒരു ഇൻഷുറൻസ് ഒക്കെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിന്. ഒരു ഫ്യൂച്ചർ അൺസേർട്ടൈൻ ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയാണ്. നടക്കുമോ നടക്കൂലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അതൊരു ഫ്യൂച്ചർ അൺസേർട്ടൈൻ ഇവൻ്റാണ്. നടക്കാം, നടക്കാണ്ടിരിക്കാം. ഓക്കെ, അതാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. അപ്പോൾ എന്തൊരു കാര്യമോ നടക്കാനോ നടക്കാണ്ടിരിക്കാനോ ചാൻസുള്ള എന്തൊരു കാര്യത്തിന് മുകളിൽ നമ്മളൊരു കോൺട്രാക്റ്റ് ചെയ്യുകയാണെങ്കിലും അത് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റാണ്. These are the contract whereby a party promise to do or not to do something. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല എന്നോ. അപ്പോൾ കോൺട്രാക്റ്റും വേറെ എന്തെങ്കിലുമൊക്കെ പ്ലസ് എക്സാമ്പിളായിട്ട് വരാം. ഈ ഫ്യൂച്ചർ അൺസേർട്ടൈൻ, അത് ഫ്യൂച്ചർ അൺസേർട്ടൈൻ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പിന്നെ എന്താണ് എസെൻഷ്യൽ ഓഫ് എ കണ്ടീഷൻ കോൺട്രാക്റ്റ് അല്ല, കണ്ടീഷൻ കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് ആണ്. ദർ മസ്റ്റ് ബി എ പ്രോമിസ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. അവിടെ എന്തുണ്ടാവണം, ഒരു പ്രോമിസ് ഉണ്ടാവണം. ഇങ്ങനെ പറ്റിയാൽ ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്നുള്ളൊരു പ്രോമിസ്. ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ ഫ്യൂച്ചർ അൺസർട്ടൈൻ. അതൊരു ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവൻറ്റിൻ്റെ ബേസിസിലാവണം. ദ അൺസർട്ടൈൻ ഇവൻറ്റ് ആസ് ടു ബി കൊളാറ്ററൽ ടു ദ സബ്ജക്റ്റ് മാറ്റർ. അൺസർട്ടൈൻ ഇവൻറ്റ് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവണം. ഓക്കെ, റൂൾസ് റിഗാർഡിംഗ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ റൂൾസ് ആണ്. എൻഫോഴ്സിബിലിറ്റി ഓഫ് കോൺട്രാക്ട് കണ്ടീഷൻ ടു ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്. ആ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാലായിരിക്കും അത് എൻഫോഴ്സിബിൾ ആവുക. രണ്ടാമത്തെ റൂൾ എന്താണ്, ആ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ അത് എൻഫോഴ്സിബിൾ ആവുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട്. ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻ്റ് ആണ് കണ്ടീഷൻ കോൺട്രാക്റ്റ്. ഓക്കെ, അതാണ്. പിന്നെ അടുത്തൊരു പോയിൻറ്റ്, അടുത്തത് എൻഫോഴ്സിബിലിറ്റി ഓഫ് കോൺട്രാക്ട് വിച്ച് ആർ ഡീംഡ് ഇമ്പോസിബിൾ റിലേറ്റിംഗ് ടു ആൻ ലിവിങ് പേഴ്സൺ. അതായത് ഒരു ജീവിച്ചിരിക്കുന്ന ആളുടെ ഭാവിയിലെ കാര്യം വെച്ചിട്ടുള്ളൊരു ആ തരത്തിലുള്ളൊരു കോൺട്രാക്റ്റാണത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABCD എന്നുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചോ. ബിനോട് പറയാണ് സി എന്ന് പറയുന്ന ആൾ ഡി എന്ന് പറയുന്ന ആളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് തരാം, ഒരു പൈസ തരാമെന്ന് പറയാണ്. പക്ഷേ ഈ സി എന്തായി, വേറൊരാളെ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് എന്താവില്ല, അവിടെ നടക്കൂല. കാരണം സിക്ക് ഇനി ഡീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിളാണ്, അത് വെച്ചിട്ട് കൺഫ്യൂഷൻ ആയോ? ഓക്കെ, അത് വെച്ച് ആലോചിക്കുക. ഒന്ന് എഴുതി നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എൻഫോഴ്സിബിലിറ്റി ഓഫ് കണ്ടീജൻറ്റ് കോൺട്രാക്ട് ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫിക് ഇവൻറ്റ് വിത്തിൻ എ സ്പെസിഫിക് ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ മാത്രം ആ ഒരു കോൺട്രാക്റ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫിക്സഡ് ടൈമിലാണെങ്കിൽ മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ടൈമിലാണെങ്കിൽ മാത്രം. അടുത്ത പോയിൻ്റ് എന്താണ്, എൻഫോഴ്സിബിലിറ്റി ഓഫ് കണ്ടീജൻറ്റ് കോൺട്രാക്ട് ഓൺ നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫിക് ഇവൻറ്റ് വിത്തിൻ എ ഡിസ്റ്റിങ്ക്റ്റ് ടൈമാണ് പറയുന്നത്. അങ്ങനെ വെച്ചാൽ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സംഭവം നടന്നില്ലെങ്കിൽ മാത്രം കരാർ എന്ത് ചെയ്യാം, എൻഫോഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ്, പഠിക്കാൻ സുഖമാണ്. അടുത്ത പോയിൻ്റ് എന്താണ്, ഇവൻറ്റ് കണ്ടിജൻറ്റ് ഓൺ ഇമ്പോസിബിൾ ആക്ട് ആർ വോയിഡ്. അതായത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെങ്കിൽ അത് വോയിഡാവും. അതിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അത് അതൊരിക്കലും നടക്കില്ല. അങ്ങനത്തെ ഒരു കേസ് വന്നാൽ അതെന്തായി പോവും, ആ ഒരു കോൺട്രാക്റ്റ് വോയിഡായി പോവും.
നെക്സ്റ്റ് പറയുന്നത് എക്സംഷൻ ടു നോ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നോ കോൺട്രാക്റ്റ് ആണ്. നമ്മൾ തുടക്കത്തിലേ പഠിച്ചതാണ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ് ഈ നോ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നോ കോൺട്രാക്റ്റ്, അതിൽ ഇനി ഒരു എക്സംഷൻ വരുന്നത്? അതൊരു എക്സംഷൻ കേസ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറയുന്നത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഇപ്പോൾ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് കോൺട്രാക്റ്റ് ആവും. പിന്നെ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതും എന്താവും? കോൺട്രാക്റ്റ് ആവും. കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്, ഞാനിപ്പോൾ നേരത്തെ എന്തെങ്കിലും ഒരു കാര്യം, നല്ല എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ആരെങ്കിലും ഒരാളെ രക്ഷിക്കുക, ഞാനിപ്പോൾ ഒരു ആൾ വെള്ളത്തിൽ വീണ്ടും മുങ്ങിച്ചാവാൻ പോവുകയാണ്, ആളെ ഞാൻ എന്ത് ചെയ്തു? രക്ഷിച്ചു. അപ്പോൾ അതിന് എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഗിഫ്റ്റ് തരാം അല്ലെങ്കിൽ ഒരു മൊമെൻറ്റോ തരാമെന്ന് വിചാരിക്കുകയാണ്, അങ്ങനെയുള്ള കോമ്പൻസേഷനും അതും എന്താണ്? ഒരു കോൺട്രാക്റ്റ് ആവും. പിന്നെ പ്രോമിസ് ടു പേ ടൈം ബാഡ് ഡെപ്റ്റ്, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് അവർ അടച്ചോളാന്ന് വേറൊരാൾ പറയാണ്, അവരത് അടച്ചോളാന്ന്, അതൊരു കോൺട്രാക്റ്റ് ആവും. പക്ഷേ അവിടെ എന്തുണ്ടാവില്ല? കൺസിഡറേഷൻ ഉണ്ടാവില്ല. ഈ പറഞ്ഞ കേസിലൊന്നും കൺസിഡറേഷൻ ഉണ്ടാവില്ല. പിന്നെ ഏജൻസി, ഞാൻ എന്തെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുക്കുകയാണ്, അതിപ്പോൾ എൻ്റെ എന്തെങ്കിലും നല്ല മനസ്സുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുകയാണ്, ഞാൻ എൻ്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കും ചെയ്യുക. പിന്നെ ബെയിൽമെൻറ്റ്, ഞാനൊരാളെ സാധനം സൂക്ഷിച്ച് എനിക്ക് വീണ് കിട്ടി, ഞാനത് അവർ വരുന്നവരെ ഞാനത് സൂക്ഷിച്ച് വെക്കുകയാണ്, അവിടെയൊന്നും എനിക്കൊന്നും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷേ അത് കോൺട്രാക്റ്റ് ആവും. ഇപ്പോൾ ഞാൻ ഒരാളെ സാധനം എനിക്ക് കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ മര്യാദയും എനിക്കുണ്ട്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. തിരിച്ചു തന്നില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക? എനിക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റും. കാരണം അതൊരു കോൺട്രാക്റ്റ് ആവും. കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് കോൺട്രാക്റ്റ് ആവും. അപ്പോൾ ഇതാണ് നോ കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നോ കോൺട്രാക്റ്റിൻ്റെ എക്സംഷൻ കേസ്. ഇതും ചെറുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോസി കോൺട്രാക്റ്റ് ആണ്. കോസി കോൺട്രാക്റ്റ് നമ്മുടെ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്നതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് പറയുന്ന നേരത്തെ വിട്ടുപോയതാണ്. അതിൽ നിന്ന് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കോസി കോൺട്രാക്റ്റ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വേറൊരാളെ കയ്യിൽ നിന്ന് വേറൊരാൾ അറിയാണ്ട് ഇപ്പോൾ ഒരു 1000 രൂപ അയച്ചു പോയി. അപ്പോൾ ആൾക്കത് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ എനിക്കുണ്ട്. അപ്പം ഞാൻ സപ്പോസ് പറയുകയാണ് ഞാനത് കൊടുക്കുന്നില്ല, ഞാനത് കൊടുക്കില്ല എന്ന് പറയാണ്. പക്ഷേ അയാൾക്ക് എനിക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റും കോസി കോൺട്രാക്റ്റ് വെച്ചിട്ട്. നിയമം അയാളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അയാളുടെ പൈസയല്ലേ, അപ്പോൾ നിയമം അയാളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം ഞങ്ങൾ തമ്മിൽ അവിടെ കരാറുണ്ടോ? ഇല്ല. പക്ഷേ ലോ എന്ത് ചെയ്യുന്നുണ്ട്? അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് അയാൾക്കത് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദയുണ്ട്. അതൊരു കോൺട്രാക്റ്റാണ്. ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളിനെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇത് ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ്. ഈ ബെയിൽമെൻ്റൊക്കെ ഇതിൻ്റെ ഒരു ഇതായിട്ട് വരും. ബെയിൽമെൻ്റൊക്കെ ഇങ്ങനെ തന്നെയാണ്, അത് ലോ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ഇല്ലയല്ല, ലോ അതെന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. നീ അത് ചെയ്യണം, അല്ലെങ്കിൽ നിയമം എന്ത് ചെയ്യും? അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതാണ്. ഓക്കെ, ദീസ് ആർ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് വേർ ദർ ഇസ്. ഈ ഒരു കോൺട്രാക്റ്റിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, പ്രൈസ് ഉണ്ടാവില്ല, കൺസെൻറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ലോ ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് പാർട്ടീൻ്റെ ഇടയ്ക്ക്. ഈ ഒരു ഇതിനെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുക. സിമ്പിളായിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുക. രണ്ട് പാർട്ടിക്കും കോൺട്രാക്റ്റിൽ വരാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടാവില്ല, പക്ഷേ ലോ നമ്മളെ അതിലേക്ക് ഇതാക്കും. ഈ അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് എന്നുള്ള വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോസി കോൺട്രാക്റ്റിൻ്റെ കേസസ് പറയാം. കോസി കോൺട്രാക്റ്റിൻ്റെ കേസസ് പറഞ്ഞാൽ സപ്ലൈ ഓഫ് നെസസിറ്റീസ് ടു ആൻ ഇൻകോമ്പീറ്റൻറ്റ് പേഴ്സൺ. ഇൻകോമ്പീറ്റൻറ്റ് പേഴ്സണിന് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കൊടുക്കുക, പക്ഷേ ഇവർ ഇൻകോമ്പീറ്റൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇൻകോമ്പീറ്റൻ്റ് എന്ന് പറഞ്ഞാൽ മൈനർ അൺസൗണ്ട് പേഴ്സൺ ആണ്. അപ്പോൾ ഇവർ ചിലപ്പോൾ പണിക്കൊന്നും പോകുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവരുടെ പൈസ എനിക്ക് എവിടുന്നാണ് കിട്ടുക? എങ്ങനെയാണ് കിട്ടുക? ഇവരുടെ സ്വത്തിൽ നിന്ന് ന്യായമായിട്ടുള്ള തുക ഈടാക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ഓക്കെ, അതാണ്. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ബൈ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഇപ്പം എന്താ പറയുക, മറ്റൊരാൾ കൊടുക്കേണ്ട പൈസ വേറൊരാൾ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ തിരിച്ചു ചോദിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വാടകക്കാരന് അയാൾ താമസിച്ചിരുന്ന വീട് ലേലത്ത് പോകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഓണറുടെ കയ്യിലാണെങ്കിൽ പൈസയേ ഇല്ല. അപ്പോൾ ഈ വാടകക്കാരൻ്റെ അടുത്ത് പൈസ ഉണ്ടായപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ അടയ്ക്കാമെന്ന്. അങ്ങനെ അയാൾ ആ പൈസ അടച്ചു. അപ്പോൾ ഈ അടച്ച വാടകക്കാരന് മറ്റേ ഉടമേൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും ആ പൈസ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്.
അതൊരു കോസി കോൺട്രാക്റ്റ് ആണ്. പിന്നെ പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രാറ്റിറ്റ്യൂഷ്യസ് ആക്ട്. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ അയാൾക്ക് ഉള്ളതല്ലാണ്ട്, അയാൾക്ക് അർഹതപ്പെട്ടതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇതാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാവപ്പെട്ടവർക്കൊക്കെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവർക്കൊക്കെ ഒരു പൈസ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതൊരു നല്ല പൈസയുള്ള, അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഒരാളത് വാങ്ങുകയാണ്. ശരിക്കും അയാൾക്ക് അർഹതപ്പെട്ടതല്ല, കാരണം അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്കത് ഇതാക്കുന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ബെയിൽമെൻ്റ് ആണ്. ഇപ്പോൾ ഒരാളെ സാധനം കളഞ്ഞു കിട്ടിയാൽ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ പറയും. നെക്സ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ മിസ്റ്റേക്കാണ്. അപ്പോൾ എൻ്റെ ഇതിലേക്ക് ഒരാൾ അറിയാണ്ട് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഇട്ടു, അപ്പോൾ അവർക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ ആർക്കുണ്ട്? എനിക്കുണ്ട്. ഓക്കെ, അതാണ് കോസി കോൺട്രാക്റ്റിൻ്റെ കേസസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കൊളാട്രൽ അഗ്രിമെൻ്റ് ആണ്. കൊളാട്രൽ അഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ ഒരു എഗ്രിമെൻറ്റിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കൊളാട്രൽ അഗ്രിമെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഞാനൊരു ഒരു കാറ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ കാറ് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ആ ഒരു കാറിൻ്റെ കൂടെ തന്നെ കാറ് വാങ്ങി കുറച്ച് ലോങ് ആണ്, അപ്പോൾ ഞാൻ അവിടുന്ന് ഡെലിവറി എത്തിക്കണം. ഞാൻ അതിനുള്ള ഡെലിവറി പേഴ്സണിനെ കൂടെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനും അവിടെ കാറിൻ്റെ കമ്പനിയും ഞാനും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഏൽപ്പിച്ച ആ ഒരു ഡെലിവറി ഏജൻസിയും ഞാനും തമ്മിലും ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതാണ്. അപ്പോൾ കാറ് വാങ്ങുന്നതിനോടാണല്ലോ ഞാൻ ആ ഡെലിവറി ഏജൻസീനെ ഏൽപ്പിച്ചത്. അപ്പോൾ കൊളാട്രൽ അഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ അതാണ്, ഒന്നിനോട് ചേർന്നിരിക്കുന്ന മറ്റൊന്ന്. കൊളാട്രൽ അഗ്രിമെൻ്റ് ഈസ് എ സെപ്പറേറ്റ് അഗ്രിമെൻറ്റ് കണക്റ്റഡ് വിത്ത് ദ മെയിൻ കോൺട്രാക്റ്റുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത്. കൊളാട്രൽ അഗ്രിമെൻറ്റ് ടു ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആർ വോയിഡ്. അതായത് ഇല്ലീഗൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കൊളാട്രൽ അഗ്രിമെൻ്റ് ആയിരിക്കും വോയിഡ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, കൊളാട്രൽ അഗ്രിമെൻറ്റ് ടു എ വോയിഡ് കോൺട്രാക്റ്റ് മേ നോട്ട് ബി നെസസറിലി വോയിഡ്. അതായത് ഞാൻ വേറൊരു ക്ലാസ്സിൽ ഞാനൊരു മാരേജ് ഹാളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഇപ്പം ഞാനൊരു മാരേജ് ഹാളിന് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പരിപാടിയൊക്കെ എത്താനായപ്പോൾ ഇതെന്തായിപ്പോയി, കത്തിപ്പോയി. ആ ഒരു കേസ് ആലോചിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ആ എഗ്രിമെൻ്റ് എന്താവും? വോയിഡ് ആവും. ഓക്കെ, അതാണ് കേട്ടോ ഈ ഒരു പോയിൻറ്റ്. നെക്സ്റ്റ് വീഡിയോ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.